ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്നലെ കണ്ണൂർ ജില്ലയിലെ മയിലിലെ രൂപേഷ് സാർ, അദ്ദേഹത്തെ വിളിക്കുന്നത് രൂപേഷ് സാർ എന്നാണ്. രൂപേഷ് സാർ ഇന്നലെ ഒരു ഉച്ചയോടുകൂടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കോയമ്പത്തൂർ മേഖലയിലെ ലീഡർ മാധവനെതിരെ പോലീസിലും ജില്ലാ കലക്ടർക്കും പരാതി നൽകും. ഹൈറിച്ച് സർക്കാർ പൂട്ടിയ സ്ഥിതിക്ക് എനിക്ക് ഞാൻ ചേർത്ത ആളുകളുടെ പൈസ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ പർച്ചേസ് കൂപ്പൺ വാങ്ങിയതിൽ മുതൽ മുടക്ക് തിരിച്ചു കിട്ടാത്തവർ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് സഹിതം പോലീസിലും കലക്ടർക്കും പരാതി നൽകുക. പരാതി നൽകിയില്ലെങ്കിൽ നമ്മുടെ കാശ് കിട്ടാൻ പോകുന്നില്ല. വാക്കിന് വിലയില്ലാത്ത ജിനിൽ ജോസഫ് പറയുന്നത് ഇനിയും വിശ്വസിച്ചിരുന്നാൽ നമ്മൾ വലിയ വില നൽകേണ്ടി വരും. എല്ലാവരും ഹൈറിച്ച് കമ്പനിക്കും നമ്മുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയ ലീഡർക്കും എതിരെ പരാതി നൽകുക എന്ന്. ഇദ്ദേഹം ഹൈറിച്ചിൻ്റെ ഗോൾഡ് അച്ചീവറോ റൂബി അച്ചീവറോ അങ്ങനെ എന്തോ വലിയ അച്ചീവറാണ്. ഇദ്ദേഹം സാറാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ തന്നെ രൂപേഷ് സാർ എന്നാണ് ഇട്ടിരിക്കുന്നത്. അല്പത്തരം എന്നല്ലാതെ എന്താണ് പറയുക. അപ്പോൾ ഇദ്ദേഹം മയിലാണ്, കണ്ണൂർ ജില്ലയിലെ മയിലാണ്. അപ്പോൾ അദ്ദേഹം ഈ മാധവൻ്റെ ഫോട്ടോ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. എന്നാൽ അത് ഇട്ടതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റ് ഇദ്ദേഹം ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. ഡിലീറ്റ് ചെയ്ത് അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഇട്ടു. തെറ്റിദ്ധാരണയുടെ പുറത്ത് ഹൈറിച്ചിനെതിരെ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ശ്രീന മാഡത്തിൻ്റെയും മറ്റു ലീഡേഴ്സിൻ്റെയും അഭ്യർത്ഥന മാനിച്ച് പോസ്റ്റ് പിൻവലിക്കുന്നു. ആരും ടെൻഷൻ ആവരുത്, എല്ലാം ശരിയാവും. ജയ് ഹൈറിച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും എന്തുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടതെന്നും എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് പിൻവലിപ്പിച്ചതെന്നും. അപ്പോൾ നല്ല രീതിയിലുള്ള സമ്മർദ്ദം, ഭീഷണി, കാലുപിടിക്കൽ, കരച്ചൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കുകയും ദൈവങ്ങളുടെ ഫോട്ടോ ചേർത്ത് അദ്ദേഹം ഒരു ന്യായീകരണം ഇടുകയും ചെയ്തത്. എന്താടോ മാഷെ, ഉളുപ്പ് വേണ്ടേ കുറച്ചൊക്കെ ഉളുപ്പ്. നീയൊക്കെ കണ്ണൂർക്കാരനാണോ? ജിനിൽ ജോസഫ് മാത്രമാണോ കളവ് പറയുന്നത്? നീയും കളവ് പറയല്ലേ? നിനക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങൾ നീ എന്തിനാണ് മറ്റുള്ളവർ പറഞ്ഞിട്ട് മാറ്റി പറയുന്നത്? പിന്നെ പറയാനുള്ളത്, എനിക്ക് ഇന്ന് കിട്ടിയ ഒരു വലിയ അഭ്യർത്ഥനയാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം എൻ്റെ എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണ്. എന്നെ നിശിതമായി വിമർശിക്കുന്ന, ഓരോ വീഡിയോക്കും നിശിതമായി എന്നെ വിമർശിക്കുന്ന ഒരാളായിരുന്നു. അവസാനം അദ്ദേഹം ഒരു വലിയ കുറിപ്പ് എനിക്ക് തന്നു. ദയവ് ചെയ്ത് ആരും, ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജിനിൽ ജോസഫിൻ്റെ തുറന്നു പറച്ചൽ. 679 ഷോപ്പിൽ നിന്നുള്ള വരുമാനം കൊണ്ടല്ല നിങ്ങൾക്കൊക്കെ പൈസ തിരിച്ചു തരുന്നത്. അത് കമ്പനിയുടെ മറ്റ് തട്ടിപ്പുകളിൽ നിന്നുള്ള മണി ചെയിൻ്റെ വിഹിതമാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള സത്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻ്റാണ്, ദയവ് ചെയ്ത് ആരും ഇവൻ്റെ വാക്ക് കേട്ട് ആരും തന്നെ നിങ്ങളുടെ ലീഡേഴ്സിനെതിരെ കേസ് കൊടുക്കരുത്. ഇൻ കേസ് കമ്പനി പൂട്ടിയെങ്കിൽ നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ ശ്രീന മാഡത്തിനോ പ്രതാപൻ സാറിനോ എതിരെ കേസ് കൊടുത്തോളൂ. എന്നെപ്പോലെ പട്ടിണി പാവങ്ങളായ ലീഡേഴ്സിനെതിരെ കേസ് കൊടുക്കരുത്. ഞങ്ങളും നിങ്ങളെപ്പോലെ ഇതിൽ പെട്ടുപോയവരാണ്. എൻ്റെയും പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. സോറി, ഇതാണ് സത്യം എന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തെ. നമ്മുടെ സുനിൽ കുമാർ ചേട്ടൻ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. 700 ആൾ പങ്കെടുത്ത ആ ഒരു സൂം മീറ്റിങ്ങിൽ അദ്ദേഹം 10,000 കണക്കിന് ആൾക്കാരുടെ സംശയമാണ്
തീർത്തിരിക്കുന്നത്. അത് ജിനിൽ ജോസഫ് തന്നെ മുൻകൈ എടുത്തതെന്നുള്ളതും വളരെ അഭിനന്ദനാർഹയുമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആരും തന്നെ എന്നെ തെറി വിളിക്കുന്നില്ല എന്നത് എനിക്ക് വളരെ സങ്കടകരമായ കാര്യമാണ്. എന്നെ തെറി വിളിച്ചവരൊക്കെ ഹാപ്പി ക്രിസ്മസും ബ്രോ നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്, നമ്മൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഹാപ്പി ക്രിസ്മസും കാര്യങ്ങളൊക്കെ അയക്കുകയാണ്. വളരെ മോശം. നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള കാര്യമുണ്ട്. സാധാരണഗതിയിൽ ഞാൻ ആർക്കും ഹാപ്പി ക്രിസ്മസോ അല്ലെങ്കിൽ ജന്മദിനം പോലും ഞാൻ അങ്ങനെയൊന്നും ആശംസിക്കാറ്. ഈ മതപരമായ കാര്യങ്ങൾ, ഓണം, ക്രിസ്മസ്, നവദിനം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിഷ് ചെയ്യാത്തവരാണ്. അല്ലെങ്കിൽ ഗുഡ് മോർണിംഗിനൊന്നും എനിക്ക് നിരന്തരം രാവിലെ 5 മണിക്കൊക്കെ ഗുഡ് മോർണിംഗ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെല്ലാം ഞാൻ ഒറ്റയടിക്ക് സമയം കിട്ടുമ്പോൾ ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യലാണ്. അങ്ങോട്ട് തിരിച്ചൊരു ഗുഡ് മോർണിംഗ് പോലും അയക്കാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ നിങ്ങൾ നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ വെറും ഗുഡ് മോർണിംഗ് അയച്ച് സമയം പാഴാക്കരുത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ലീഡർമാരുടെ തിളപ്പ് കൊണ്ട് ഒരുപാട് കമൻ്റ് ഇട്ടവർ, ചീത്ത വിളിച്ചവർ, ഫോണിൽ വിളിക്കാൻ ട്രൈ ചെയ്തവരുടെയൊക്കെ അവസ്ഥയാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ. ദയവ് ചെയ്ത് ആരും തന്നെ ലീഡർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കരുത് എന്ന്. 110ഓളം മില്യണേഴ്സാണ്, 110. ഹലോ മില്യണേഴ്സ്, ഹലോ ബിസിനസ് ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ചീന മാഡം ഇവരെ അഭിസംബോധന ചെയ്തിരുന്നത്. പിന്നെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കൂടി ഇന്നലെ നമ്മുടെ ജിനിൽ ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എറണാകുളത്തെ ബീന എന്ന് പറഞ്ഞ സ്ത്രീയെ ആക്ഷേപിക്കുകയാണ്. പട്ടിണി പാവങ്ങളാണ് ഈ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. പട്ടിണി പാവങ്ങൾ, അല്ലാതെ നിലയും വിലയുള്ളവരാരും ഈ കമ്പനിക്കെതിരെ കേസ് കൊടുക്കില്ല. പട്ടിണി പാവങ്ങളാണ് കേസ് കൊടുക്കുന്നതെന്ന്. എന്ത് പറയുന്നില്ല ഒന്നും. അപ്പോൾ എത്രമാത്രം ദുഷിച്ച മനസ്സാണ് ഇവൻ്റെ എന്ന് നോക്കണം. പട്ടിണി പാവങ്ങളാണ് ബഹുഭൂരിപക്ഷവും ഇതിൽ ചതിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കണം. കിടപ്പാടം പണയം വെച്ച് പൈസ കൊടുത്തവർ, അല്ലാതെ ബാങ്കിലിട്ട് കഴിഞ്ഞാൽ പെൻഷൻ തുക ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇട്ടവരൊക്കെ വളരെ ചുരുക്കമാണ്. ലോൺ എടുത്തിട്ടും രോഗികളായവർ അവരുടെ മരുന്നിന് വേണ്ടിയിട്ടും ഒക്കെയാണ് കടം മേടിച്ചിട്ട് ഇതിലിട്ടിരുന്നത്. അവരെയാണ് നിങ്ങൾ പട്ടിണി പാവങ്ങളെന്നും ഒക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ അവസ്ഥ, ബീന എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വീട് പോലുമില്ല. ഫ്ലക്സ് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു വീട്ടിലാണ് അവർ താമസം. അവരുടെ പോലും 20,000 രൂപ ഇവർ കൊടുത്ത് സെറ്റിലാക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. തൃശ്ശൂർ ഇനി നമ്മൾ ഒരു സെറ്റിൽമെൻറ്റ് സിറ്റിംഗ് വെക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അവിടെ പരാതി കൊടുത്തോളൂ എന്നാണ്. അപ്പോൾ മനസ്സിലാക്കുക, മനസാക്ഷിയുള്ളവർ മനസ്സിലാക്കുക, ഇത്തരം തട്ടിപ്പുകൾ ഇനി കേരളത്തിൽ ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിന് വേണ്ടി പൊരുതുക. പറ്റുന്നവർ കേസ് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ മാത്രം 8ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് 40ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ലഭ്യമായാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്തുണച്ചവർക്കും നമ്മളൊക്കെ ഇത്തരം വിവരങ്ങൾ തേടാൻ ഹിന്ദിട്ട് തന്നവർക്കും നമ്മളെയൊക്കെ വെല്ലുവിളിച്ചവർക്കും നന്ദി. ബൈ.